അവളുടെ കോളേജിന്റെ ആദ്യത്തെ ദിവസം ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് അവളുടെ ടിഫിൻ കഴിക്കുന്നുണ്ടായിരുന്നു. കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ മകൾ നയന അവളുടെ 2 കൂട്ടുകാരികളോടൊപ്പം അവിടെ എത്തി. നയന അഹങ്കാരമുള്ള കൂട്ടത്തിലായിരുന്നു. ക്ലാസ്സിലെ എല്ലാവർക്കും അവളെ പേടിയായിരുന്നു. എടി പെണ്ണെ, നീ പുതിയതാണോ? അതെ, ഇതെന്റെ ആദ്യത്തെ ദിവസമാണ്. ടിഫിനിൽ എന്താ കൊണ്ടുവന്നത്? മാഗി. നയന അവളുടെ ടിഫിൻ തട്ടിയെടുത്ത് ആഹാരം കഴിച്ചു. ടിഫിനിലെ ആഹാരം പാതി കഴിച്ചിട്ട് അവള് പറഞ്ഞു, നിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബിരിയാണിയുടെ കടയില്ലേ? ഇനിയിപ്പോ അവര് മാഗി ഇത്രയും മോശമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണി എത്ര മോശമായിരിക്കും. അവളുടെ അമ്മയെ കുറിച്ച് റിയ ഇതെല്ലാം കേട്ടപ്പം അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവള് നയനയോട് തിരിച്ചു പറഞ്ഞു, ടിഫിനിലെ ആഹാരം പാതി നക്കി തിന്നല്ലോ, എന്നിട്ടിപ്പോ പറയുന്നത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം മോശമാത്രേ. വേറൊരാളുടെ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല. ഇന്ന് കോളേജിൽ പുതിയതായിട്ട് വന്ന പെൺകുട്ടി നയനയോട് മറുത്ത് സംസാരിച്ചു. നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. രണ്ടുപേരും തമ്മില് ഒരുപാട് വഴക്കുണ്ടായി. നയന റിയയെ നന്നായിട്ട് പിടിച്ചു തള്ളി. അത് കാരണം റിയയുടെ ശരീരത്ത് പാടുകളുണ്ടായി. വീട്ടിലെത്തിയപ്പം റിയയുടെ അമ്മ അവളുടെ ദേഹത്തുള്ള പാടുകളെ കുറിച്ച് റിയയോട് ചോദിച്ചു. നടന്ന സംഭവമല്ല റിയ അവരോട് പറഞ്ഞു. നാളെ തന്നെ ചെന്ന് നമ്മള് പ്രിൻസിപ്പളുടെ അടുത്ത് സംസാരിക്കുന്നു. ആ പെൺകുട്ടി പ്രിൻസിപ്പളുടെ മകളാണെന്ന് വെച്ച് കോളേജിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണോ? അടുത്ത ദിവസം രാവിലെ റിയയും അവളുടെ അമ്മയും പ്രിൻസിപ്പലിനെ കാണാൻ പോയി. അയാളുടെ മകൾ നയനയാണ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും വിശ്വസിക്കാൻ പ്രിൻസിപ്പൽ തയ്യാറല്ല. അയാള് മറിച്ച് റിയയാണ് കുറ്റപ്പെടുത്തിയത്. റിയ വിഷമിച്ച് അവളുടെ ക്ലാസ്സിലേക്ക് പോയി. അവളുടെ അമ്മ അവരുടെ കടയിലേക്കും. ആ പെൺകുട്ടി ഇന്ന് നിന്നെ പിന്നെ ഉപദ്രവിച്ചോ? അതെ അമ്മേ, ടിഫിൻ കഴിക്കാൻ ഇരുന്നപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ആഹാരത്തെ കുറിച്ച് അവള് കുറ്റം പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. നീ വിഷമിക്കണ്ട, നാളെ നിന്റെ ക്ലാസ്സിന് വേണ്ടി നല്ല ഒന്നാന്തരം ബിരിയാണി ഉണ്ടാക്കി ഞാൻ കൊടുത്തയക്കാം. റിയയും അവളുടെ അമ്മയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരുടെ ഈ പുഞ്ചിരിയില് ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു അത്ഭുതമുള്ള രഹസ്യം. അടുത്ത ദിവസം റിയ കോളേജിൽ എത്തിയപ്പോ തന്നെ എല്ലാവർക്കും അവളുടെ ബാഗിൽ നിന്ന് ബിരിയാണിയുടെ മണം വന്നു. ഇത്രയ്ക്ക് രുചിയുള്ള മണം അവളുടെ ബാഗിൽ നിന്നാണോ വരുന്നേന്ന് എല്ലാവരും അവളോട് ചോദിച്ചു. അതെ അതെ, ഇന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. ക്ലാസ്സിലെ എല്ലാവർക്കും വേണ്ടി അമ്മ ബിരിയാണി കൊടുത്തയച്ചു. ലഞ്ച് ബ്രേക്കിൽ എല്ലാവരും റിയയുടെ മുൻപില് ലൈനിൽ വന്നു നിന്നു. ക്ലാസ് മുഴുവനും റിയയുടെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി നന്നായിട്ട് രുചിച്ചു കഴിച്ചു. ഇപ്പൊ കാണാം തമാശ. ബിരിയാണി എല്ലാവരും കഴിച്ചു. ഇനി ബിരിയാണിയുടെ അത്ഭുതം കാണാനുള്ള സമയമായി. ലഞ്ച് ബ്രേക്കിന് ശേഷം സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നയന ബെഞ്ചിന്റെ മുകളിൽ കയറി കൊരങ്ങിനെ പോലെ ആടുന്നു. റിയെ ഒരുപാട് കളിയാക്കിയ നയനയും അവളുടെ കൂട്ടുകാരികളും ബെഞ്ചിന്റെ പുറത്ത് കയറിയിരുന്ന് കൊരങ്ങിനെ പോലെ ഡാൻസ് ആടി. നിങ്ങൾ മൂന്നും എന്താ ചെയ്യുന്നേ? വേഗം താഴെ ഇറങ്ങ്. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ഇപ്പൊ തന്നെ പുറത്തു പോകൂ. നേനയും അവളുടെ കൂട്ടുകാരികളും കാണിച്ച കോപ്രായം കണ്ട് എല്ലാവരും ചിരിച്ചു. നേനയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം നേനയ്ക്ക് നാണം കാരണം ആരുടെയും മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾക്ക് റിയയോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. അവളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന് അവൾക്ക് പകരം വീട്ടണം. ഈ റിയെ ഞാനുണ്ടല്ലോ, അവളുടെ കഥ ഇന്ന് കഴിക്കണം. അവളെ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിലേ എന്റെ പേര് നേനെന്നല്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നേന റിയെ കോൾ ചെയ്തു. ഹലോ റിയ, നീ നാളെ കോളേജ് വരുന്നില്ലേ? അതെ, ഞാൻ വരുന്നുണ്ടല്ലോ. എന്തേ? അത് പിന്നെ ആക്ച്വലി എനിക്ക് നിന്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അന്ന് കഴിച്ചപ്പോഴും നല്ല രുചിയുണ്ടായിരുന്നു. ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ നിനക്ക് പണം തരാം. കുറച്ചധികം കൊണ്ടുവന്നോളൂ. എനിക്കത് എന്റെ അച്ഛനും കൊടുക്കണമെന്നുണ്ട്. അതിനെന്താ, തീർച്ചയായിട്ടും. നാളെ ഞാൻ ടിഫിനിൽ നിനക്കും സാറിനും വേണ്ടിയുള്ള ബിരിയാണി കൊണ്ടുവരാം. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് റിയയ്ക്കും അവളുടെ അമ്മയ്ക്കും തോന്നി. അതുകൊണ്ട് റിയയുടെ അമ്മ ഒരിക്കൽ കൂടി അത്ഭുതം ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കി അവളുടെ കയ്യില് കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. നീ എത്തിയല്ലോ, ഇത്രയും നേരം കാത്തിരിക്കാൻ പോലും പറ്റിയില്ല എനിക്ക്. വാ, ഇപ്പൊ തന്നെ ചെന്ന് അച്ഛൻ അത് കൊടുക്കാം. പക്ഷേ പ്രിൻസിപ്പൽ സർ ഈ സമയത്ത് മീറ്റിംഗിലായിരിക്കുമല്ലോ. ഇത്രയും രുചിയുള്ള ബിരിയാണി കഴിച്ച അദ്ദേഹത്തിന് മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്യും. നീ നിന്റെ കൈ കൊണ്ട് ബിരിയാണി വിളമ്പിയാ മതി. നിന്റെ ബിരിയാണിയിലുള്ള അത്ഭുതത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ ഒന്ന് അറിയട്ടെ. ചെല്ല്, അദ്ദേഹത്തിനെ പുറത്തേക്ക് വിളിച്ചോണ്ട് വാ. അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി റിയ പ്രിൻസിപ്പളുടെ ക്യാബിനിലേക്ക് പോയി. റിയ അകത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ നേന പെട്ടെന്ന് പ്രിൻസിപ്പലിനൊരു ബിരിയാണിക്കകത്ത് കുറച്ച് മയക്കുമരുന്ന് ചേർത്തു.
പിന്നെ പ്രിൻസിപ്പൽ നേനയും കൂടി അകത്തേക്ക് വിളിപ്പിച്ചു. നൈന, എന്താ പറ്റിയത് മോളെ? നിനക്കറിഞ്ഞൂടെ ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണെന്ന്? അത് പിന്നെ അതെ അച്ഛാ, പക്ഷേ നിങ്ങള് ഒരു പ്രാവശ്യമെങ്കിലും ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്ക്. കാര്യം എന്താണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. നല്ല ഒന്നാന്തരം ബിരിയാണി അച്ഛാ, ഞാനും ഇത് കഴിച്ചിട്ടുണ്ട്. നിങ്ങളും റിയയുടെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഒന്ന് രുചിച്ചു നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പ്രിൻസിപ്പൽ ബിരിയാണി ഒന്ന് രുചിച്ചു നോക്കി. അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി. നന്നായിട്ട് രുചിച്ചിട്ടാണ് പ്രിൻസിപ്പൽ ബിരിയാണി കഴിച്ചത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നേന കാത്തിരുന്നു. പക്ഷെ അവളുടെ അച്ഛനാണെങ്കിൽ രുചിച്ച് ആ ബിരിയാണി മുഴുവനും കഴിച്ചു. കൊള്ളാം മോളെ, നല്ല ഒന്നാന്തരം ബിരിയാണി, നല്ല രുചിയുണ്ട് ഇതിന്. റിയ മോളെ, തീർച്ചയായും നിന്റെ അമ്മയോട് എന്റെ നന്ദി അറിയിക്കണം കേട്ടോ. പക്ഷേ അച്ഛ, നിങ്ങൾക്ക് എന്താ ഒന്നും തോന്നുന്നില്ലേ? ഞാൻ ഈ ബിരിയാണിക്ക് അടിമയായിരിക്കുക, അത് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇതുപോലൊരു ബിരിയാണി ഇതിനു മുൻപ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇന്നാ മോളെ നീ കഴിക്കുക. വാ മോളെ വാ. നേന വേണ്ടെന്ന് പറഞ്ഞിട്ടും പ്രിൻസിപ്പൽ സർ കുറച്ച് ബിരിയാണി അവൾക്ക് കഴിക്കാൻ വായിൽ വെച്ചു കൊടുത്തു. നേനയുടെ വയറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു കൊരങ്ങിനെ പോലെ അവള് ദേഹം മുഴുവനും ചൊറിയാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇതെല്ലാം എനിക്ക് എന്തിനാ തോന്നുന്നത്? ഇത് നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായിരുന്നില്ലേ? നീ എന്താ മോളെ ഈ പറയുന്നത്? നേന ഓടി ടോയ്ലറ്റിനകത്തേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കൊരങ്ങിനെ പോലെ ചൊറിഞ്ഞോണ്ട് അച്ഛന്റെ മുമ്പില് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ചൊറിയാനുള്ള മരുന്ന് ഞാൻ നിങ്ങളുടെ ആഹാരത്തിലായിരുന്നല്ലോ ഇട്ടത്. പിന്നെ എന്തിനാ ഇത് എനിക്കുണ്ടാവുന്നേ? നിങ്ങളുടെ മീറ്റിംഗ് എടുത്താൻ വേണ്ടി ചെയ്ത. പക്ഷെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇവിടെ എന്റെ വയറ് ചീത്തയായല്ലോ. നേന ടോയ്ലറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് ഓടി നടന്ന് സത്യമെല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയതുകൊണ്ട് ഞാൻ ആ കാര്യം മുതലാക്കിയതാ. നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ മകള് എത്ര മോശക്കാരിയാണെന്ന്. നേന അത്ഭുത ശക്തികളുള്ള ബിരിയാണി കാരണം സത്യമെല്ലാം തുറന്നു പറഞ്ഞു. ബിരിയാണി തൊട്ട് അവള് കാണിച്ച സാമർഥ്യം വരെ. ഇത് കേട്ടപ്പോൾ പ്രിൻസിപ്പലിന് ശരിക്കും ദേഷ്യം വന്നു. എന്നിട്ട് നേനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പ്രിൻസിപ്പൽ റിയയോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് അവളോട് ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു. റിയ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ക്ലാസ്സിലേക്ക് പോയി. പക്ഷെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ മകളുടെ ക്ലാസ് അന്നത്തെ ദിവസം മുഴുവനും എടുത്തു. ഇതൊരു ജാപ്പനീസ് കഥയാണ്. പണ്ട് ജപ്പാനില് ഷിൻസു എന്ന പേരുള്ള ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. ഷിൻസു ജാപ്പനീസ് അല്ലായിരുന്നു. അവൻ കൊറിയയിലെ ഏതോ ഒരു അനാഥാലയത്തിൽ നിന്ന് ഓടി ജപ്പാനിലേക്ക് വന്നതായിരുന്നു. ഷിൻസു അനാഥാലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിരുന്നെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടില്ല. അവൻ നഗരത്തിലെ വലിയൊരു വ്യാപാരിയുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. വ്യാപാരിയുടെ ഭാര്യ ഷിൻസുവിനെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. പാതിര ആണെങ്കിലും അവര് ഷിൻസുവിനെ തൊഴിച്ചെഴുന്നേപ്പിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറയും. ഏയ് ഷിൻസു, എഴുന്നേക്ക്, ജഗ്മയുടെ കയ്യിൽ നിന്ന് പാലിന്റെ ഗ്ലാസ് താഴെ വീണു, പോയി അതൊന്ന് തുടച്ചേ. ഷിൻസു രാത്രിയില് നല്ല ഉറക്കത്തിലാണെങ്കിലും പണിയെടുക്കുമായിരുന്നു. വ്യാപാരിക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. ചെറുക്കന്റെ പേരായിരുന്നു ജഗ്മ, പെൺകുട്ടിയുടെ പേര് അരിഹിതോ. വ്യാപാരിയുടെ ആ കുടുംബത്തില് വ്യാപാരിയുടെ പെൺകുട്ടിക്ക് മാത്രമേ ദയ ഉണ്ടായിരുന്നുള്ളൂ. ഷിൻസുവിനോട് സ്നേഹപൂർവ്വം പെരുമാറുന്നത് അരിഹിതോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷിൻസു, ആഹാരം കഴിച്ചോ? ഇല്ല കൊച്ചമ്മേ, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. അരിഹിതോ ഷിൻസുവിന് പെട്ടെന്ന് തന്നെ ആഹാരം വിളമ്പിക്കൊടുത്തു. ആഹാരം കഴിക്കാനായിട്ട് ഷിൻസു പ്ലേറ്റ് ഇങ്ങോട്ട് മേടിച്ചപ്പം വ്യാപാരിയുടെ മകൻ ഓടി വന്ന് ആ പ്ലേറ്റ് തട്ടിയെടുത്തു. ഷിൻസു, ആഹാരം പിന്നെ കഴിച്ചാ മതി, ആദ്യം എനിക്ക് കഴിക്കാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്ക. ഒരു ദിവസം വ്യാപാരിയുടെ വീട്ടില് ഒരുപാട് അതിഥികൾ വന്നു. വ്യാപാരിയുടെ ഭാര്യ ഷിൻസുവിനോട് 1 മണിക്കൂറിനകം 10 ആൾക്കാർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ഷിൻസു പെട്ടെന്ന് ഉള്ളി മുറിക്കുമായിരുന്നു. വേഗത്തിലായതുകൊണ്ട് കത്തി കൊണ്ട് ഷിൻസുയുടെ കൈ മുറിഞ്ഞു. എന്നിട്ട് ചോര ഒഴുകാൻ തുടങ്ങി. ഷിൻസു വേഗം കിണറ്റിൻകരയിൽ അവന്റെ കൈ കഴുകാൻ പോയി. വേഗത്തിലായതുകൊണ്ട് ഒപ്പം കത്തിയും കൊണ്ടുപോയി. ഷിൻസു കിണറ്റിനകത്ത് തൊട്ടിയിട്ട് വെള്ളമെടുത്ത് അവന്റെ കൈ കഴുകാൻ തുടങ്ങി. കൈ തട്ടിയപ്പം കത്തി കിണറ്റിൽ വീണു. അവിടെ വീട്ടിൽ നിന്നാണെങ്കിലോ വ്യാപാരിയുടെ ഭാര്യ നല്ല ഒച്ചല് ഷിൻസുവിന് വഴക്ക് പറഞ്ഞു. ഷിൻസു, കെട്ടിയെടുത്ത് എവിടാ പോയത്? നീ 1 മണിക്കൂറിനകം ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ദാ ഞാൻ വരികയാണ് കൊച്ചമ്മേ. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യുക? കയ്യിലുണ്ടായിരുന്ന കത്തി അറിയാതെ കിണറ്റിൽ വീണെന്ന് കൊച്ചമ്മ അറിഞ്ഞാൽ പിന്നെ അവരെന്നെ തല്ലി കൊല്ലുകയേ ഉള്ളൂ. ഷിൻസു കത്തിയെടുക്കാൻ കിണറ്റിനകത്ത് എടുത്തു ചാടി.
താഴെ എത്തിയിട്ട് നോക്കിയപ്പം അവൻ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ നല്ല പച്ച നിറത്തിലെ മരം, മല, നദികളുണ്ട്. അല്ല, ഇതേതാണ് സ്ഥലം? അതെ സഹോദരോ, ഞാൻ ഇവിടെയാണ് ഉള്ളത്. എന്നെ ഇവിടുന്ന് എടുത്ത് നദിയിലിടാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാൽ ഒന്നും തന്നെ ശരിയാകില്ല. കല്ലിന് നല്ല ഭാരമുണ്ടായിരുന്നു. എന്നിട്ടും ഷിൻസോ അതിനെ പൊക്കിയെടുത്ത് നദിയുടെ അരികിൽ വെച്ചു. കല്ല് ഷിൻസോനോട് നന്ദി പറഞ്ഞു. ഷിൻസോ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി. മുൻപില് ഷിൻസോ ഒരു ഓമ നിൽക്കുന്നതാണ് കണ്ടത്. അതെ സഹോദര, ഈ കപ്പളങ്ങ ഒന്ന് പറിച്ച് താഴേക്കിടാൻ പറ്റുമോ നിനക്ക്? എന്നെ ഒന്ന് സഹായിക്കണേ. എനിക്ക് എന്റെ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ. ഷിൻസു ഓമയെ കേറി. എന്നിട്ട് അവൻ ഓമയ്ക്ക പറിച്ചു. ഈ കപ്പളങ്ങ ഇവിടെ ഇങ്ങനെ കിടന്ന പിന്നെ ഇത് കേടാവില്ലേ? ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അടുത്ത് തന്നെ വേറൊരു ഗ്രാമമുണ്ട്. നിങ്ങൾ ഈ കപ്പളങ്ങ ആ ഗ്രാമത്തിൽ കൊണ്ടുപോയി വിറ്റാ മതി. ഷിൻസു ഗ്രാമത്തില് ഓമയ്ക്ക വിതരണം ചെയ്യാൻ പോയപ്പം അവൻ അവിടെ ഒരു പ്രായമായ മനുഷ്യനെ കണ്ടു. അതെ, അല്ല മോനെ, എനിക്ക് നല്ല സുഖമില്ല. എന്നോടൊപ്പം എന്റെ വീട്ടില് കുറച്ച് ദിവസം നിന്ന് നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പറയൂ മോനെ. അതിനെന്താ മുത്തശ്ശ, ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കാം. എനിക്ക് താമസിക്കാനേ ഒരു വീട് പോലുമില്ല. ഷിൻസു ഒരു മാസത്തോളം പ്രായമായ മനുഷ്യനെ നോക്കി. പ്രായമായ മനുഷ്യൻ അയാളുടെ ആരോഗ്യം പ്രാപിച്ചപ്പോ ഷിൻസു അയാളോട് പറഞ്ഞു, മുത്തശ്ശ, എനിക്കിവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് എന്റെ കൊച്ചമ്മയുടെ അടുത്ത് തിരിച്ചു പോകണം. അവരെന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ശരി മോനെ, നിന്റെ ഇഷ്ടം. പക്ഷെ നീ പോകുന്നതിന് മുൻപ് എനിക്ക് നിനക്ക് ഒരു സമ്മാനം തന്നാൽ കൊള്ളാമെന്നുണ്ട് മോനെ. ആ പ്രായമായ മനുഷ്യൻ ഷിൻസുവിന് ഒരു തന്തൂർ കൊടുത്തു. റൊട്ടി ഉണ്ടാക്കുന്ന പാത്രം. ഒരു പ്രാവശ്യം കൈകൊട്ടിയാൽ ഈ പാത്രം സാധാരണ റൊട്ടിയായിരിക്കും ഉണ്ടാക്കിത്തരുന്നത്. 2 പ്രാവശ്യം കൈകൊട്ടിയാൽ വെള്ളി കൊണ്ടുള്ള റൊട്ടിയും 3 പ്രാവശ്യം കൈകൊട്ടിയാൽ സ്വർണം കൊണ്ടുള്ള റൊട്ടിയും ഉണ്ടാക്കിത്തരും. നിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മാത്രം മതി. ഇനി നീ ഒന്ന് കണ്ണടച്ചാൽ മതി. നീ ഏത് സ്ഥലത്ത് നിന്നാണോ വന്നത്, ഞാൻ നിന്നെ തിരിച്ച് ആ സ്ഥലത്ത് കൊണ്ടുചെന്നാക്കാം. മനസ്സിലായോ? ഷിൻസു കണ്ണടച്ച് തുറന്നു നോക്കി. അവനിപ്പം വ്യാപാരിയുടെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. കിണറ്റിനകത്ത് വീണ അതേ കത്തി തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്താണ്? എങ്ങോട്ടാ കെട്ടിയെടുത്തത്? ഇന്ന് ഞാൻ നിന്നെ തല്ലി ചമ്മന്തിയാക്കില്ലെങ്കിൽ നോക്കിക്കോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ കൊച്ചമ്മേ. കത്തിയെടുക്കാൻ ഞാൻ കിണറ്റ് ചാടിയപ്പോ ഞാൻ അത്ഭുതമുള്ളൊരു നഗരത്തിലേക്കാണ് എത്തിയത്. ഷിൻസു വ്യാപാരിയുടെ ഭാര്യയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഷിൻസുവിന് സ്വർണ്ണ റൊട്ടി ഉണ്ടാക്കുന്ന തന്തൂർ കിട്ടിയെന്നുള്ള കാര്യം വ്യാപാരിയുടെ ഭാര്യ അറിഞ്ഞപ്പോ തൊട്ട് അവരവരുടെ മകളുടെ വിവാഹം ഷിൻസുവിനോട് ചെയ്യിപ്പിച്ചു. അരഹിതോ ഭാര്യയായിട്ട് കിട്ടിയപ്പോ ഷിൻസുവിന് സന്തോഷമായി. അവൻ വലിയൊരു വീടുണ്ടാക്കി അവിടെ താമസമായി. വ്യാപാരിയുടെ ഭാര്യ വേണമെന്ന് വെച്ച് അവരുടെ മകൻ ജഗ്മയെ ആ കിണറ്റിനകത്ത് എടുത്തു ചാടാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് കിണറ്റിലെടുത്ത് ചാടണ്ട. നീ എടുത്ത് ചാടുമോനെ. ഷിൻസുവിനെ കിട്ടിയതുപോലെ അത്ഭുതമുള്ള തന്തൂർ ഇനി ചിലപ്പോ നിനക്കും കിട്ടിയാലോ. അത്ഭുതമുള്ള തന്തൂർ കിട്ടുമെന്നുള്ള അത്യാഗ്രഹത്തില് ജഗ്മ എടുത്തു ചാടി. അത്ഭുതമുള്ള ആ നഗരത്തില് അവനും എത്തി. ഒരു കല്ല് അവനെ ഒച്ചയിട്ട് വിളിച്ചു. അവിടെ നിൽക്കേണ്ട സഹോദര, എന്നെ എടുത്ത് നദിയിലിടാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, ഇത്രയും ഭാരമുള്ള കല്ല് ചുമക്കാൻ എനിക്കെങ്ങും പറ്റില്ല. ജഗ്മ കുറച്ചുകൂടെ മുൻപിൽ പോയപ്പം അവൻ ഒരു ഓമ നിൽക്കുന്നത് കണ്ടു. അതെ സഹോദര, ഇതിലെ കുറച്ച് കപ്പളങ്ങ പറിച്ച് താഴെയിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ഇത്രയും ഉയരമുള്ള മരത്തിൽ നിന്ന് ഞാൻ താഴെ വീണാ പിന്നെ എന്റെ കാര്യം അതോ ഗതി. അവസാനം അവൻ അതേ പ്രായമുള്ള മനുഷ്യനെ കണ്ടെത്തി. മോനെ, എനിക്ക് തീരെ സുഖമില്ല. നിനക്ക് ഇവിടെ നിന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ജഗ്മയ്ക്ക് അറിയാമായിരുന്നു ഷിൻസുവിന് അത്ഭുതമുള്ള തന്തൂർ കൊടുത്തത് ഈ പ്രായമായ മനുഷ്യൻ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് പ്രായമായ ആ മനുഷ്യനെ നോക്കാൻ ജഗ്മ സമ്മതിച്ചത്. പക്ഷെ ജഗ്മ ചെയ്യുന്നതിലൊന്നും ആത്മാർത്ഥതയില്ലായിരുന്നു. തിരിച്ചു വീട്ടിൽ പോകണമായിരുന്നു ജഗ്മയ്ക്ക് വാശി. സമാധാനം കിട്ടാതെ വന്നപ്പം പാവം പ്രായമായ മനുഷ്യൻ അവസാനം അവനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ മോനെ. നിനക്കുള്ള സമ്മാനം അവിടെ എത്തിയിരിക്കും. കണ്ണടച്ച് തുറന്നപ്പം ജഗ്മ അവന്റെ വീടിന് മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അവനോടൊപ്പം അവിടെ തന്തൂറും ഉണ്ടായിരുന്നു. ജഗ്മയും ജഗ്മയുടെ അമ്മയും ഒരുപാട് സന്തോഷിച്ചു. അവർക്ക് അത്ഭുതമുള്ള തന്തൂർ കിട്ടിയെന്നോർത്ത്. പക്ഷെ ജഗ്മ തന്തൂറിന്റെ മുമ്പില് കൈ കൊട്ടിയപ്പം അതിനകത്തുനിന്ന് ബലൂണ് പോലെ കറുത്ത പുക മാത്രമേ പുറത്തു വന്നുള്ളൂ. ആ കറുത്ത പുക ജഗ്മയും അവന്റെ അമ്മയുടെ മുഖത്ത് വന്നു വീണു. രണ്ടുപേരുടെ മുഖം കറുത്തുപോയി.
അവര് മുഖത്ത് സോപ്പ് തേച്ച് ഒരച്ചൊരച്ച് കഴുകി. പക്ഷേ ആ കറുത്ത പാട് അവരുടെ മുഖത്തുനിന്ന് മാഞ്ഞു പോയില്ല. ഒരു ഗ്രാമത്തിൽ സൂക്ക എന്നും ലെംബു എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എന്നും വഴക്കായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഈഗോ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരുന്നു. ഈ സന്ദർഭം ചതുർ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാ ദിവസവും രണ്ടുപേരും അവരവരുടെ ജോലികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സൂക്ക ബിരിയാണി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ലെംബു പേരക്കകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്ക് ലംബോ, എന്റെ കൂടെ നീ മത്സരിക്കാൻ പേരക്ക കട ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കടയും ഇട്ടു. ഇതാ കണ്ടില്ലേ, ഇതിനു മേലെ നീ എന്നെ ഒരു ശല്യം ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്താലേ നിന്റെ സമയം മോശമായിരിക്കും. ദേ ഇവിടെ നോക്ക്, ഇത് നീ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ പേടിപ്പിക്കാണ്. എന്നാ നോക്കിക്കോ മോനെ, നാളെ തൊട്ട് ഞാനും ബിരിയാണി കട വെക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും. ശരി, നമുക്ക് കാണാലോ രണ്ടുപേരിൽ ആരാ ജയിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ ഇത് മക്കളെ, രാവിലെ തന്നെ ഇങ്ങനെ തല്ലുകൂടുകയാണോ നിങ്ങള്? സൂക്ക, നീ എന്താ ബിരിയാണി കണ്ടിട്ടുണ്ട്, അതും ചിക്കൻ. ആ ശരി, നീ ഒരു പ്ലേറ്റ് എടുക്ക്, ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചതുരേട്ടാ, ഈ കട നിങ്ങളുടെ കട പോലെയാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ചതുർ പണം കൊടുക്കാതെ നിറയെ ബിരിയാണി കഴിച്ചു. അവൻ സൂക്കയുടെ ബിരിയാണിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്നത് ലെംബുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സൂക്ക, നിന്റെ ബിരിയാണി അടിപൊളിയായിരുന്നു, കഴിച്ചിട്ട് നല്ല തൃപ്തിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും. ഇതൊക്കെ ചേട്ടാ, നാളെ എന്റെ കൈ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം, അത് വന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പൊ നിന്റെ കയ്യിലുള്ള പേരക്കൊക്കെ താ. നിന്റെ പേരക്കൊന്നും കുറഞ്ഞ കാര്യമൊന്നുമല്ല. ലെംബുവിന് ചെറിയ രീതിയിൽ പുകഴ്ത്തിയാലും മതി, അവന് സന്തോഷമാകും. അതുകൊണ്ട് ചതുറിന് ഫ്രീ ആയിട്ട് പേരക്കയും കിട്ടി. സുക്കു ഒരു ദിവസം മുഴുവൻ ബിരിയാണി ഒരു പ്ലേറ്റ് 50 രൂപയ്ക്ക് വിറ്റു. സൂക്കയ്ക്ക് അന്നത്തെ ദിവസം നല്ല വരുമാനം കിട്ടി. അത് കണ്ട് ലെംബുവിന് ദേഷ്യം വന്നു. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ലെംബു സൂക്ക വരുന്നതിന് മുൻപ് അവന്റെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ബോർഡിൽ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് 40 രൂപ എന്ന് എഴുതി വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂക്ക അവിടെ എത്തിച്ചേർന്നു. മണ്ടാ, ഇത്രയും വില കുറഞ്ഞിട്ടാണോ ബിരിയാണി വെക്കുന്നത്? എന്നും നിന്റെ ബിരിയാണി നീ എങ്ങനെയാ വിൽക്കുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. 2 കടയിലെയും ബിരിയാണി വില നോക്കി ജനങ്ങളെല്ലാം ലെംബുവിന്റെ അടുത്തേക്കാണ് പോയത്. ബിരിയാണി വില ലെംബുവിന്റെ കടയിൽ കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കണ്ടത് സൂക്കയ്ക്ക് തോന്നി, എന്റെ ബിരിയാണി വില കുറച്ചാലോ. 50 രൂപ എഴുതിയിരിക്കുന്ന ബിരിയാണി അവൻ 40 രൂപ എഴുതി. ഇപ്പോ 2 പേരുടെ കടയിലും സെയിം വിലയാണ്. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനിന്നൊരു കാര്യം അറിഞ്ഞല്ലോ, രണ്ടുപേരും ഇന്ന് നഷ്ടത്തിലാ വന്നതെന്ന്. അമ്മേ, ഇവൻ എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കട മൂടാതെ സമ്മതിക്കാൻ പറ്റില്ല. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കണം. ശരി മക്കളെ, ഇനി ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ദിവസം രാവിലെ ചതുർ സൂക്കയെ കാണാൻ വന്നു. വരൂ ചിത്രേട്ടാ, വന്ന് ഇരിക്കേ. നോക്കു മോനെ, നിനക്ക് കച്ചവടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ സ്വന്തമല്ലേ. ചേട്ടാ, ഇത്ര കാലം നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എന്നാ ഇനി മുതൽ നീ ബിരിയാണി 5 റുപ്യക്ക് വിൽക്ക്. ബിരിയാണി 5 റുപ്യക്ക് വിറ്റാ എനിക്ക് ചിക്കൻ പോലും വാങ്ങാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ അനിയനെ തോൽപ്പിക്കണ്ടേ, അതുകൊണ്ട് നിന്റെ കൈകാശിട്ടിട്ട് എല്ലാ സാധനം വാങ്ങിക്കടോ. പക്ഷേ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ചേട്ടാ. നിന്റെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ നിക്കുന്നത്? നിനക്ക് എത്ര പൈസ വേണ്ട ഞാൻ തരാം. നിനക്ക് പൈസ വന്നതിന് ശേഷം എനിക്ക് തന്നാ മതി മോനെ. ചതുർ സൂക്കാക്ക് കടം കൊടുത്തു. അതിനുശേഷം സൂക്ക ഒരു പ്ലേറ്റ് ബിരിയാണി 5 രൂപ എന്ന് എഴുതി വെച്ചു. സൂക്കയുടെ ബിരിയാണിക്ക് വേണ്ടി ജനങ്ങൾ ക്യൂവിൽ നിന്നു. ടോക്കൺ കയ്യിൽ വെച്ച് അവർ വെയിറ്റ് ചെയ്തു ബിരിയാണിക്ക് വേണ്ടി. ലെംബുവിന് ഇത് കണ്ട് വിഷമമായി. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ പറ്റില്ല ലംബോ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സങ്കടം എന്റെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു പ്ലേറ്റിന് ബിരിയാണിക്ക് 5 റുപ്യക്ക് വിൽക്ക്. എന്റെ അടുത്ത് അത്ര കാശൊന്നും ഇല്ല ചേട്ടാ. ഈ സൂക്കൊക്കെ എങ്ങനെയാണ് കാശ് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നിനക്കുള്ള കടം ഞാൻ തരാം. നീയും 5 റുപ്യക്കുള്ള ബിരിയാണി വിൽക്കാൻ തുടങ്ങ്. ചതുർ ലെംബുവിനും കടം കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിച്ചു.
വരൂ വരൂ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ. അതിന്റെ വില 5 റുപ്യയാണ്. ഒരു പ്ലേറ്റിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ടാവും. വരൂ വരൂ, നല്ല ബിരിയാണി, സ്വാദുള്ള നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി, 5 റുപ്യുള്ള ബിരിയാണി, 5 റുപ്യ പ്ലേറ്റുള്ള 5 പീസുള്ള ബിരിയാണി. അവര് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ജനങ്ങൾക്ക് ഭയങ്കര സഹായമായി. 5 രൂപയുടെ ബിരിയാണി എല്ലാരും വാങ്ങിക്കഴിച്ചു. അതുകൊണ്ട് ഉച്ചയോടെ ബിരിയാണി എല്ലാം കാലിയായി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഇന്ന് എത്ര കാശ് സമ്പാദിച്ചു? രണ്ടുപേരും അവരുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നത് ചതുറാണോ? രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിക്കോ, ചതുർ എന്താണ് ചെയ്തതെന്ന്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അതെ അമ്മേ, ഇനി ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര വഴക്കുണ്ടാക്കുന്നോ അത് മറ്റുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ. അതെ അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ നന്നായിട്ട് ഉണ്ടായിക്കോളാം. ആ ചത്തുറിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടേ പറ്റൂ. അതിനുശേഷം രണ്ടുപേരും ഒരു കടയിൽ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് കടയ്ക്ക് പേരിട്ടു ലെംബു സൂക്ക ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും അവിടെ എത്തി. ചതുർ അവിടെ എത്തി അവരെ കണ്ടതും അത്ഭുതപ്പെട്ടു. അവരും രണ്ടുപേരും തമ്മിലുള്ള ഒത്തൊരുമ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഓടിപ്പോകാമെന്ന് കരുതി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം നമ്മൾ എപ്പോഴും ഐക്യത്തോടെ ഇരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ അതെല്ലാം പ്രയോജനപ്പെടുത്തും. അതുപോലെ മുഖസ്തുതി പറയുന്നവന് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ ജീവിതം നാശമാകും. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ച് ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ.
സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനല്ല ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക.
അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അപ്സരെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാഹു നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്.